പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് 2ാം ക്ലാസ് ലിസാൻ പാദവാർഷിക പരീക്ഷയ്ക്ക് ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്നതിനെക്കുറിച്ചാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ മദ്രസയുമായി ബന്ധപ്പെട്ട നല്ല നല്ല വിഷയങ്ങൾ ആദ്യമേ നിങ്ങളിലേക്ക് എത്താൻ ഈ ഒരു ചാനൽ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനയത്തോടു കൂടെ അറിയിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. നുജീബു ബിൽ വഅത്തിൽ അറബി ഭാഷയിൽ ഉത്തരം എഴുതാനാണ്. മാ ഹാദ, അതിൻ്റെ താഴെ സ്ലേറ്റിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹാദ ലൗഹുൻ. മാ ഹാദ, അതിൻ്റെ താഴെ പേനയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹാദ കലമുൻ. മാ ഹാദ, പെൻസിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹാദ മിർസമുൻ. മാ ഹാദ, പുസ്തകം കൊടുത്തിട്ടുണ്ട്. ഹാദ കിതാബുൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ പേരുകളൊക്കെ മക്കളെ കൃത്യമായി പഠിപ്പിക്കുക. കാരണം ഇങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അവർക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. നമുക്കിനി അടുത്ത ചോദ്യം പരിചയപ്പെടാം. രണ്ടാമത്തത് നുവഫിക്കു, ചേരുംപടി ചേർത്തി കൊടുക്കാനാണ്. ഒരു ഭാഗത്ത് അറബി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാക്കി ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓർഡറാക്കി ആ അറബിക്ക് നേരെ അതിൻ്റെ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ബാബുൻ. ബാബുൻ എന്ന് പറഞ്ഞാൽ വാതിൽ, എല്ലാവർക്കും അറിയാം. കുഫുൽ എന്ന് പറഞ്ഞാൽ പൂട്ട്. അതുപോലെ തന്നെ ഷുബാക്ക് ജനവാതിൽ, ജിദാർ ചുമര്, സുല്ലമ് കോണി, മിഫ്താഹ് താക്കോല്, സെരീർ കട്ടില്, കുർസി കസേര. ഈ വാക്കിൻ്റെ അർത്ഥങ്ങളൊക്കെ മക്കളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്കത് വളരെ ഉപകാരപ്പെടും. കാരണം ഈ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഇതിൻ്റെ അറബിയോ മലയാളമോ തിരിച്ചും മറിച്ചും ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇനി അടുത്തത് നോക്കൂ. നക്തുബുൽ ഇസ്മ ഫിൽ വഅത്തിൽ അറബിയ, അറബിയിൽ അതിൻ്റെ ചിത്രത്തിൻ്റെ പേരുകൾ എഴുതി കൊടുക്കാനാണ്. അപ്പോൾ ചീരയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ബക്കിൽ. അതുപോലെ തന്നെ അടുത്ത് എന്താണെന്ന് തിരിയാത്തത് കൊണ്ടാണ് പറയുന്നില്ല. പിന്നെ ബക്കറ്റ് ദൽവുൻ, അതുപോലെ തന്നെ ഇനബ് മുന്തിരി, അതുപോലെ ജവ്വാല മൊബൈൽ ഫോൺ. അപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകത്തിലുള്ള ചിത്രങ്ങളെ പേരുകളൊക്കെ അവരെ പഠിപ്പിച്ചാൽ ഒരു മാർക്കും പോവാതെ തന്നെ മുഴുവൻ മാർക്കും അവരെ കൊണ്ട് വാങ്ങാൻ സാധിക്കും. ഇനി നോക്കൂ, നാലാമത്തത് നുഅരിബ്, അറബിയാക്കാനാണ്. ഇത് എൻ്റെ നാവാണ്. എൻ്റെ എന്ന അർത്ഥം വരാൻ അവസാനത്തിൽ ഒരു യാ ചേർത്തി കൊടുക്കണം. പിന്നെ ഇത് എന്നുള്ളതിന് ഹാദ ലിസാനി, അഥവാ ഇതെൻ്റെ നാവാകുന്നു. ഇത് എൻ്റെ ടവലാണ്. ഹാദ മിന്തിലി, അവസാനത്തിലൊരു യാവ് ചേർത്തി കൊടുക്കുക. മൂന്നാമത്തെ ഞാൻ വിദ്യാർത്ഥിയാണ്. അന തോലിബുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. അടുത്തത് നോക്കൂ. നുതർജിമു, മലയാളത്തിലേക്ക് എഴുതാനാണ്. 1 ഇസാരി, എൻ്റെ മുണ്ട്. 2 ലുഫിരി, എൻ്റെ നഖം. അൻഫി, എൻ്റെ മൂക്ക്. അതുകൊണ്ട് അത്തരത്തിലുള്ള പേരുകൾ കൂടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു പാദവാർഷിക പരീക്ഷയുടെ ലിസാൻ്റെ ചോദ്യപേപ്പറാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലിസാനിൽ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് 4 പാഠങ്ങളാണ്. ഈ 4 പാഠത്തിൽ നിന്ന് എവിടെ നിന്നാണ് ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക അത് നമുക്ക് കൃത്യമായി പറഞ്ഞുകൂടാ. എങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നമുക്ക് ഏറെക്കുറെ മാതൃക മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു ഖൈറായ വിജയം നൽകട്ടെ. നിങ്ങളുടെ സഹകരണമായ സബ്സ്ക്രൈബ് നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു.